അങ്ങനെ ഷൂയി എന്തിനാണ് ഞാൻ തന്നെ ഈ ഒരു ഇന്റർവ്യൂ എടുക്കണം എന്ന് വാശി പിടിക്കുന്നത് എന്ന് യാങ്ങിനോട് ചോദിക്കുമ്പോൾ ഇവൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവളോട് എനിക്ക് ശരിക്കും നിന്നെ ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ നിന്റെ എഴുത്തും ഇഷ്ടപ്പെട്ടു. ഇപ്പോ നീ എന്നെ ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിൽ എന്നെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പറയുമ്പോൾ ഇവൾ അത് കേട്ട് ഒന്ന് ഷോക്കായി. നിങ്ങൾ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ യാങ്ങും അത് തന്നെയല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവനായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒരു താല്പര്യമില്ല എന്ന് പറയുന്നു. അത് കേട്ട് യാങ് അപ്പൊ നിനക്ക് എന്തായാലും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവും. എല്ലാ വ്യക്തികളും പല ബന്ധങ്ങളിലും ആകാറുണ്ട്, പക്ഷെ അതെല്ലാം സക്സസ് ആവാറില്ല. ഒരു ബെറ്റർ ചോയ്സ് എപ്പോഴും മുന്നിലുണ്ടാവും. എന്റെ ബെറ്റർ ചോയ്സ് എന്തായാലും ഞാനായിരിക്കും. അത് എന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് നന്നായിട്ട് മനസ്സിലാവും എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആവാനും പോകുന്നില്ല. നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാൻ ഞാൻ തയ്യാറാണ്, കാരണം അതൊരു ന്യൂസ് വാല്യൂ ഉള്ളതാണ്. അതുകൊണ്ട് മാത്രം ഞാൻ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം എന്ന് പറയുമ്പോൾ ഇവനും എന്തായാലും ഒന്ന് നന്നായിട്ട് തന്നെ ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് യാങ് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ചീഫ് ഇതുവരെയും ഷൂയി യാങ്ങുമായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂവിന് സമ്മതം കൊടുത്തിട്ടില്ലല്ലോ. സോ അതറിഞ്ഞ് ഇവളെ വിളിപ്പിച്ച് അതിന്റെ കാരണം അന്വേഷിക്കുന്നു. അത്രയും പ്രാധാന്യമുള്ള ഒരു ന്യൂസ് ആയിട്ട് പോലും എന്തുകൊണ്ട് ഇവൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോ ഇവള് പുള്ളി എന്നോടുള്ള താല്പര്യം കൊണ്ടാ ഈ ഇന്റർവ്യൂ തരുന്നത്, എന്നെ വളയ്ക്കാനാ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോ ഇവര് അതൊക്കെ സർവ്വസാധാരണമല്ലേ, നീ കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, അട്രാക്റ്റീവ് ആണ്, സോ മറ്റൊരാൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമല്ലേ, നിന്റെ ഭാവം കണ്ടാല് പുള്ളിക്കാരനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് അയാളുടെ ന്യൂസ് ഇപ്പോ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഒരിക്കലും ഞാൻ എന്റെ കരിയർ പ്രണയത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ പ്രണയം എന്റെ കരിയറിന് മുന്നിലോ നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. രണ്ടിനും എന്റെ ലൈഫിൽ ഒരേ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് എന്നും പറഞ്ഞ് ആർക്കു വേണ്ടിയും അത് അടിയറ വെക്കാനുള്ളതല്ല. പുള്ളി ഈ ഒരു ഇന്റർവ്യൂ തന്നെ തരുന്നത് എന്നോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിനോട് എനിക്ക് യോജിപ്പില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സമയം വേണം എന്ന് പറയുമ്പോ ഇവരും ശരി നീ ആവശ്യത്തിനുള്ള സമയം എടുത്തോളാനായിട്ട് പറയുന്നു. അപ്പോ ഷോയി ആ ഒരു ചിപ്പ് കോൺഫറൻസിലേക്ക് പോവാനായിട്ട് പോവുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവരോട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ലീവ് വേണം എന്ന് പറയുമ്പോൾ ഇവരത് കേട്ട് ഞെട്ടുന്നു. കാരണം ഈ വർഷം ഇവരുടെ മീഡിയയിൽ നിന്ന് ആർക്കും ആ ഒരു കോൺഫറൻസിലേക്ക് ക്ഷണം കിട്ടിയിട്ടില്ല. പിന്നെ നീ എങ്ങനെയാ അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് എന്നെ ഷിയാനാണ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറയുമ്പോ ഇവര് വീണ്ടും ഞെട്ടുന്നു. ഇവർക്ക് ഓൾറെഡി തന്നെ അറിയാം ഗുവാന്റെ ഫാദർ പറഞ്ഞിട്ട് ഷിയാനും ഷോയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇവളോട് എങ്കിൽ പിന്നെ നീ പൊക്കോളാനായിട്ട് പറയുന്നു. എന്നിട്ട് ഇവളോട് അല്ല നിങ്ങളെ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ഇവള് കറക്റ്റ് ആയിട്ട് മറുപടി കൊടുക്കുന്നില്ല. ഇവളുടെ മുഖഭാവം വെച്ച് തന്നെ അവര് റിലേഷൻഷിപ്പിലാണ് എന്ന കാര്യം ഇവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഷോയി അവിടെ നിന്ന് പോയതിനു ശേഷം ഇവർക്ക് അവള് പറഞ്ഞ ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നു. അതായത് അവള് പ്രണയത്തിന് വേണ്ടി കരിയറിന് വേണ്ടി പ്രണയോ സാക്രിഫൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഇവര് അതാണോ ഇപ്പൊ ചെയ്യുന്നത് എന്നൊരു ഡൗട്ട് ഇവർക്ക് വരുന്നു. ഇവരുടെ കരിയർ മുന്നിൽ കണ്ടിട്ടാണല്ലോ ഗുവാന്റെ ഫാദറായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു എസ് പറയാത്തത് കൺഫേം ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ കാരണം നിങ്ങൾ സന്തോഷവാനല്ല അല്ലേ, ഞാൻ ഈ റിലേഷൻ ഹൈഡ് ചെയ്യുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കോ, നമ്മുടെ പ്രണയം ഒളിപ്പിക്കുന്നത് ഞാൻ എന്റെ കരിയർ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇദ്ദേഹം ഇവരോട് നീ എപ്പോഴാണോ നമ്മുടെ ബന്ധം പബ്ലിക് ആക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ മതി, അതെന്നായാലും. ഇനി നിനക്ക് പബ്ലിക് ആക്കാൻ ആഗ്രഹം ഇല്ലെങ്കിൽ അതിന് ഞാൻ സപ്പോർട്ട് തന്നെയാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് പരസ്പരം മനസ്സിലാക്കിയിരിക്കണം, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവണം, അതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നുണ്ടാവണം, അതൊക്കെ തന്നെ മതി. അല്ലാത്ത പക്ഷം ഇതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും അല്ല എന്ന് പറയുമ്പോ ഇവരും കുറച്ച് ഓക്കെ ആയിട്ട് എനിക്ക് കുറച്ചുകൂടെ സമയം തന്നാ മതി, ഞാൻ എന്തായാലും ഒരു നല്ല തീരുമാനം തന്നെ എടുക്കും എന്ന് പറയുമ്പോ ഇദ്ദേഹവും സമ്മതിക്കുന്നു. അതിനുശേഷം ഇപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് ഉള്ളത്. അപ്പോ ഇവള് കുറച്ച് ഷോക്കായിരിക്കുന്നത് കൊണ്ട് തന്നെ ഷിയാൻ എന്ത് പറ്റി, നിനക്ക് എന്നോടൊപ്പം നടന്ന് ബോറടിക്കുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവള് അതൊന്നും അല്ല, ഞാൻ എന്റെ വർക്കിനെ പറ്റി ആലോചിക്കുന്നത്. ഹേമ കമ്പനിയുടെ സിഒ യാങ് ഇവളെ സമീപിച്ചതും അവന് വേണ്ടി ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ അത് ഈ മാഗസീൻ ആക്കാൻ പറഞ്ഞ കാര്യവും ഒക്കെ പറയുമ്പോ ഷിയാൻ അത് വളരെ നല്ലൊരു കാര്യമല്ലേ, എന്റെ ന്യൂ ഇയർ വിഷ് അല്ലേ ഇവിടെ സാബല്യാവുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് അത് മാത്രമല്ല പുള്ളി എന്നെ പ്രപ്പോസ് ചെയ്തു എന്ന് പറയുമ്പോ ഇവന്റെ മുഖം മാറുന്നു. അപ്പൊ ഇവളും അത് കണ്ട് പേടിക്കണ്ട, ഞാൻ അപ്പൊ തന്നെ അവനെ റിജക്ട് ചെയ്തു, ഞാൻ അവനോട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നോ എന്റെ ബോയ് ഫ്രണ്ട് ഹാൻസം ആണ്, ബ്രില്യന്റ് ആണ്, അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോ ഷിയാനും എങ്കിൽ പിന്നെ കൊള്ളാം, അല്ല പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഇവള് അവൻ പറയുക എനിക്ക് ബോയ് ഫ്രണ്ട് ഉള്ളതൊന്നും അവനൊരു പ്രശ്നമല്ല, അവനോടൊപ്പം ഇന്റർവ്യൂ ചെയ്തിട്ട് ആരാ ബെറ്റർ എന്ന് കണ്ടുപിടിക്കാൻ എന്നൊക്കെയാ പറയുന്നത്. ഞാൻ പിന്നെ അവനെ ഇന്റർവ്യൂ എടുത്ത് അത് നമ്മുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളായാൽ എന്താ ചെയ്യാ എന്ന് പറയുമ്പോ ഷിയാൻ
നമ്മുടെ പ്രണയത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് ആരെ കൊണ്ടും തകർക്കാൻ പറ്റുന്നതല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നീ വളരെ കഴിവുള്ള വ്യക്തിയാണ്, നല്ല ധൈര്യശാലിയായ പെൺകുട്ടിയാണ്. പക്ഷേ നിനക്ക് വേണ്ടത്ര ഉയർച്ച ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ നിന്റെ കരിയർ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും നമ്മുടെ പ്രണയത്തെ ബാധിക്കാൻ പാടില്ല. നീ എന്ത് തന്നെ തീരുമാനം എടുത്താലും അതിന്റെ ശത്രുവാണെങ്കിൽ പോലും ഞാൻ നിനക്ക് സപ്പോർട്ട് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ വളരെ പുകഴ്ത്തി ഇവളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇവൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷൂയും അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇവൾക്ക് വളരെ സന്തോഷമാവുന്നു. കാരണം ഇവൾ ആ ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഷിയാനും ഇവളുമായിട്ട് എന്തെങ്കിലും ഡിസ്റ്റൻസ് വരോ എന്നായിരുന്നു ഇവളുടെ ഏറ്റവും വലിയ പേടി. കാരണം യാങ് കാരണമാണല്ലോ ഷിയാൻ ഇപ്പോ ഏറ്റവും വലിയ സ്ട്രെസ്സിലായിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവൻ ഇങ്ങനെ പറഞ്ഞ് ഇവളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവളും വളരെ ഹാപ്പി ആയിട്ട് അവനെ കിസ് ചെയ്യുന്നു. എന്നിട്ട് ഇവള് ഫ്രൈഡേ ആണല്ലോ ഇവനോടൊപ്പം പോകാനായിട്ട് തീരുമാനിച്ചിരുന്നത്. ശനി ഞായറുമാണ് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത്. പക്ഷെ ഇപ്പോ യാങ്ങിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇവൾക്ക് അത് പ്രിപ്പയർ ചെയ്യാനുണ്ട്. സോ ഇവൾ ആ ഒരു കാര്യം പറയുമ്പോൾ ഷിയാനും, നീ നിന്റെ ജോലി സമയം എത്ര വേണമെങ്കിലും അവന് കൊടുത്തോ, പക്ഷേ നിന്റെ പേഴ്സണൽ ടൈം അത് എന്നോടൊപ്പം മാത്രമുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറയുന്നു. അപ്പോ ഇവിടെ റുവോയും അവളുടെ ചീഫിനോട് വന്ന് ആ ഒരു കോൺഫറൻസിൽ തനിക്ക് പോകാനുള്ള ചാൻസ് തരണം എന്ന് പറയുന്നു. ഇവരുടെ കമ്പനിക്ക് ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് മറ്റൊരാളാണ് പോകാൻ ഇരിക്കുന്നത്. ഇവളിപ്പോ പോകുന്നതിന് കാരണം അവിടെ എന്തായാലും ഗുവാൻ കാണുമല്ലോ, അവൻ ഇവളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ ഇവൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ ഇവള് സാധാരണ അതിന്ന് എങ്ങനെയെങ്കിലും തടുതപ്പാറാണ് പതിവ്. പക്ഷെ ഇപ്പൊ ഇവള് ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ ചീഫിന് ഒരു സംശയം വരുന്നു. നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് നല്ല കഴിവുണ്ടെന്ന് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. എന്നാലും നിനക്കിപ്പോ എന്തായിരിക്കും അതിനോട് ഇത്ര താല്പര്യം? അല്ല, ഇനി നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വല്ലതുമാണോ അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള്, എന്താ സർ, എന്റെ ടേസ്റ്റിന് പറ്റിയ ആരെങ്കിലും അതിനും വേണ്ടി വോത്ത് ആയിട്ടുള്ളവരൊക്കെ ഇവിടെ ഉണ്ടോ? ഇത് ഞാൻ എന്റെ ജോലിയോടുള്ള സിൻസിയറിറ്റി കൊണ്ട് പറയുന്നതാണ്. ഇവിടെ ആ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ എന്നെക്കാളും മികച്ചതായിട്ട് മറ്റാരുമില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോ ഇദ്ദേഹവും ഇവളോട് പൊക്കോളാനായിട്ട് പറയുന്നു. അപ്പോ ഇവിടെ ഷിയു അവളെ ലാസ്റ്റ് യുവിനോട് അവന്റെ വീട്ടിലേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടു പോവോ എന്ന് ചോദിച്ചിരുന്നല്ലോ. പക്ഷെ അന്ന് ഇവൻ ഇവളോട് പറഞ്ഞിരുന്ന മറുപടി അവന്റെ വീട് തുറക്കാൻ പറ്റുന്നില്ല, ഡോർ ലോക്ക് ആയിരിക്കാണ്, അങ്ങനെ എന്തോ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അന്ന് അവന്റെ വീട്ടിൽ അവനോടൊപ്പം പോവാൻ സാധിച്ചില്ല. സോ ഇപ്പോ അവന് വേണ്ടി ഡോർ ഫിക്സ് ചെയ്യാനായിട്ട് ഏതോ ഒരു ടീമിനെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് യുവിനോട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു തരാം, എനിക്ക് പരിചയമുള്ള ഒരു ടീമുണ്ട് എന്ന് അയച്ചിട്ട് ഇനി എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാൽ നിങ്ങൾ ഒഴിഞ്ഞു മാറാന്ന് എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ ഷൂയി അതൊക്കെ കേട്ട്, അല്ല നീ ആരുടെ ഡോർ ഫിക്സ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് കുറച്ച് നാണിച്ച് പ്രൊഫസറിന്റേതാണെന്ന് പറയുന്നു. അപ്പൊ ഷൂയി, അല്ല നിങ്ങൾ 2 വട്ടമല്ലേ കണ്ടിട്ടുള്ളത്, അതിനു മുന്നേ ഇത്ര ക്ലോസ് ആയോ? അല്ല അന്ന് എക്സിബിഷൻ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും നടന്നോ എന്ന് ചോദിക്കുമ്പോ ഇവളും, അത് കഴിഞ്ഞ് ഞങ്ങളൊരു മൂവിയൊക്കെ കാണാൻ പോയിരുന്നു എന്ന് പറയുന്നു. അപ്പോ ഇവളും അത് കേട്ട്, നിങ്ങൾ തമ്മിൽ കണക്ട് ആയോ എന്ന് ചോദിക്കുമ്പോ, എനിക്ക് പുള്ളിക്കറിഞ്ഞ പോലെ ഒരാളാണ് ഇഷ്ടം എന്ന് പറയുമ്പോ ഇവളും, അപ്പോ യൂനിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയോ എന്ന് ചോദിക്കുമ്പോ ഇവള്, ഒന്നും പറയണ്ട, ഞാനത് ചോദിച്ചപ്പോ പുള്ളി വീടിന്റെ ഡോറ് ശരിയല്ലെന്നാ പറഞ്ഞത്. എന്ത് കഷ്ട, എനിക്ക് ലക്കില്ല, അത് തന്നെ കാര്യം, അതുകൊണ്ടാ ഞാൻ തന്നെ ഇപ്പൊ ഡോർ ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയുമ്പോ ഇവൾക്ക് ചിരി വരുന്നു. കാരണം ഷോയിയോട് റുവോ എപ്പോഴും പറയുന്നത് ഇവളാണ് ഏറ്റവും വലിയ പ്രേമരോഗി എന്നാണ്. പക്ഷേ ഷിയുനെ കാണുമ്പോൾ ഞാനെന്നും ഇവളുടെ മുന്നില് ഒന്നുമല്ല എന്നാണ് ഷോയി ചിന്തിക്കുന്നത്. അതിനുശേഷം യൂലിങ്ങിന് ഷോയി ആ ഒരു യാങ്ങിന്റെ ഇന്റർവ്യൂ ഏറ്റെടുത്ത കാര്യം തീരെ പിടിച്ചിട്ടില്ല. മാത്രമല്ല ഇവൾ ആ ഒരു ചിപ്പ് കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾ ആ ഒരു കാര്യം അറിഞ്ഞ് അതിനെ ചോദിക്കുമ്പോ ഇവൾക്ക് എങ്ങനെയാണ് അതിലേക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോ ഷോയി ഷിയാനാണ് തന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന കാര്യം ഇവളോട് പറയുന്നില്ല, അതിന്റെ ഒരു ഫ്രണ്ട് വഴി കിട്ടിയതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഷിയാൻ തന്നെയാണ് ഇവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന്. ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇവൾക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് തന്നെ ചിരിച്ചിട്ട്, ഓ നിന്റെ ഫ്രണ്ട് ആയിരുന്നല്ലേ, ഞാൻ വിചാരിച്ചു നീ ആരെങ്കിലും ചാക്കിട്ട് പിടിച്ച് ഇൻവിറ്റേഷൻ ഒപ്പിച്ചതാണെന്ന് എന്ന് പറഞ്ഞ് ചൊറിയാൻ നോക്കുമ്പോ ഹോങ് അത് കേട്ടോണ്ട് വന്ന, നിന്റെ അത്ര പിടിപാടൊന്നും ഞങ്ങൾക്കില്ലടേ, ഇനി എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോ നമ്മളെ കൂടി വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് അവളെ മാന്തി വിടുന്നു. അപ്പോ ഷൂയി ആ ഒരു കോൺഫറൻസിലേക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞ ഷിയോ, സിസ്റ്റർ ആ ഒരു കോൺഫറൻസിലേക്ക് പ്രൊഫസർ വരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവളും, തീർച്ചയായും ലയാൻ കമ്പനിയുടെ അഡ്വൈസർ അല്ലേ അദ്ദേഹം, പുള്ളിക്കാരൻ എന്തായാലും ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോ ഇവള് ഉടനെ തന്നെ ഗുവാനോട് എന്നെ കൂടി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നു. അതിനുശേഷം ഷോയി ഇപ്പോ യാങ്ങുമായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. സോ അങ്ങനെ അവരുടെ ആ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു.
പക്ഷേ ഇവിടെ ഗുവാൻ നല്ല മൂഡ് ഓഫിലാണ്. കാരണം റോയുടെ ഭാഗത്ത് നിന്ന് മെസ്സേജ് കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവനിപ്പോ ഷിയുവിനെ കൂട്ടാനായിട്ട് എത്തിയിരിക്കുകയാണ് ആ ഒരു കോൺഫറൻസിലേക്ക് പോവാനായിട്ട്. അപ്പോ ഇവൻ വല്ലാതിരിക്കുന്നത് കണ്ട് ഇവളെ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ വലുതായിട്ട് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ ഏതോ പ്രണയത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോ ഇവിടെ ഷോയും തിരിച്ചെത്തി അവളുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോഴേക്കും ഷിയാൻ വിളിച്ചിട്ട് വണ്ടി താഴെ വന്നിട്ടുണ്ട്, അതിൽ കയറി വരാനായിട്ട് പറയുന്നു. ഷിയാൻ ആ ഒരു സ്ഥലത്തേക്ക് മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവളും ഇവളുടെ തിങ്സ് ഒക്കെ പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറാനായിട്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഷിൻ ഇവളുടെ അടുത്തേക്ക് വരുന്നു. ഇവനെ കാണുമ്പോൾ തന്നെ ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നു. സോ ഇവൾ ഇവനോട് സംസാരിക്കാതെ പോവാൻ തുടങ്ങുമ്പോൾ ഇവൻ ഇവളെ തടഞ്ഞിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, ഒരു 2 മിനിറ്റ് തന്നാ മതി എന്ന് പറയുമ്പോൾ ഇവളും എന്താന്ന് വെച്ചാൽ പറഞ്ഞു തൊളിക്കാനായിട്ട് പറയുന്നു. അപ്പോ ഇവൻ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഷൂയി അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അപ്പോ ഇവൻ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ഇടപെടാൻ വരില്ല, പക്ഷേ നീ ഒരു കല്യാണം കഴിച്ച ആളോടൊപ്പമാണോ റിലേഷൻഷിപ്പ് വെച്ചോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് അത് കേട്ട് നല്ല ദേഷ്യം വരുന്നു. ആ ലഷി പറഞ്ഞത് കേട്ടാണ് ഇവനിപ്പോ ഇവളോട് ഇത് ചോദിക്കാനായിട്ട് വന്നിരിക്കുന്നത്. സോ ഇവള് നല്ല ദേഷ്യത്തില് നിനക്കിപ്പോ എന്താ വേണ്ടത്, നിന്റെ ഗേൾഫ്രണ്ടിനെ പോലെ എനിക്ക് നാണമില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? പക്ഷേ നിനക്ക് തെറ്റുപറ്റിപ്പോയി മോനെ. എന്റെ കൂടെ നിന്നിട്ട് ഒരു കാശുകാരിയെ കണ്ടപ്പോ എന്നെ തേച്ചിട്ട് പോയ നീ ഇപ്പൊ വന്ന് എനിക്ക് ക്ലാസ് എടുത്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് നാണമില്ലേ? എന്റെ തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ വരുന്നതിന് മുന്നേ നീ സ്വയം നന്നാവാൻ നോക്ക്, അതാദ്യം മനസ്സിലാക്ക്. എനിക്കിപ്പോ പോണം, നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, എന്റെ ബോയ് ഫ്രണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ആ ഒരു കാറ് കാണിച്ചു കൊടുക്കുമ്പോ അത് കണ്ട് ഇവൻ ഞെട്ടുന്നു. കാരണം അത് ലഷിയുടെ അങ്കിളിന്റെ കാറിന്റെ നമ്പറാണ് എന്നാണല്ലോ ഇവൻ വിചാരിക്കുന്നത്. അപ്പോ ഇവൻ നല്ല ഞെട്ടി എന്ന് മനസ്സിലായി. ഷോയി നീ ഷോക്ക് ആവണ്ട, ഇതെന്റെ ബോയ് ഫ്രണ്ട് തന്നെയാ എന്ന് പറയുമ്പോ ഇവൻ അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോ ഇവള് എന്താ ഞങ്ങൾ തമ്മിൽ ആയിക്കൂടെ, നിന്റെ സമ്മതം വേണോ, ഒന്ന് മാറിക്കേ എന്ന് പറഞ്ഞ് ഇവള് പോവാൻ തുടങ്ങുമ്പോ ഷിൻ ഇവളോട് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ടാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവൾക്കത് കേട്ട് നല്ല ദേഷ്യം വന്ന് നീ ആരാണെന്ന നിന്റെ വിചാരം, അത്രയ്ക്ക് വിലയൊന്നും നിനക്കുണ്ടെന്ന് നീ വിചാരിക്കല്ലേ. ഭാവിയിൽ എന്തായാലും നമ്മൾ റിലേറ്റീവ്സ് ആവാൻ പോകുന്നവരാ, അതുകൊണ്ട് തന്നെ നിന്റെ ഭാവി ആന്റിക്ക് നീ കുറച്ച് മര്യാദ തന്നു വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇവളെ ആ ഒരു വണ്ടിയിൽ കയറി പോകുന്നു. അങ്ങനെ ഇവളെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഷിയാൻ ഇവളെ വിളിച്ചിട്ട് വണ്ടിയിൽ കയറിയോ, ഒരുപാട് സമയത്ത് യാത്രയുണ്ട്, എന്തായാലും നീ റെസ്റ്റ് എടുക്കുക, നമുക്ക് ഇവിടെ എത്തിയിട്ട് കാണാം എന്ന് പറഞ്ഞ് ഇവളോട് സംസാരിക്കുമ്പോ ഇവള് അത്ര ഓക്കെ ആയിട്ടല്ല സംസാരിക്കുന്നത്. ഇവൾക്ക് എന്താ പറ്റിയത് എന്ന് ഷിയാനും ചിന്തിക്കുന്നുണ്ട്. ഇവളുടെ ആ ഒരു മൂഡ് ഓഫിന് കാരണം ഷിന്നാണ്. അവനിപ്പോ ചോദിച്ചല്ലോ എന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. സോ നാളെ മറ്റാരെങ്കിലും ഷിയാനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അറിഞ്ഞു കഴിഞ്ഞാല് ഇവൻ ചിന്തിച്ച പോലെ തന്നെ ആയിരിക്കുമോ ചിന്തിക്കുന്നത്. ഷിയാനോ നാളെ ഇങ്ങനെ തന്നെ ചിന്തിക്കോ എന്നാണ് ഇവളുടെ ആ ഒരു സംശയം. ഇവള് ഷിനിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഷിയാനെ സമീപിച്ചത് എന്ന് അതോർത്ത് ഇവൾക്കിപ്പോ നല്ല സങ്കടാവുന്നു. ഷിയാൻ ഇവളെ തെറ്റിദ്ധരിക്കോ എന്നാണ് ഇവളുടെ പേടി. അപ്പോ ഇവിടെ യുവും അങ്ങോട്ട് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഷിയു ഇവനെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ആ ഒരു കോൺഫറൻസിലേക്ക് പോവാൻ റെഡി ആയോ എന്ന് ചോദിക്കുമ്പോ ഇവൾ അത് എങ്ങനെ അറിഞ്ഞു എന്നാണ് ഇവന്റെ ഡൗട്ട്. സോ ഇവനത് ചോദിക്കുമ്പോ ഇവള് അത് ഷോയി പറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവന് സേഫ് ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കിസിന്റെ സ്റ്റിക്കർ ഒക്കെ അയക്കുന്നു. പക്ഷെ ഇവനതൊക്കെ കാണുന്നുണ്ട്, റിപ്ലൈ ഒന്നും തിരിച്ചയക്കാൻ പോകുന്നില്ല. അപ്പോ ഇവള് വളരെ സന്തോഷത്തില് ആർക്കോ മെസ്സേജ് അയക്കുന്നത് കാണുമ്പോ ഗുവാൻ നീ ആർക്കാ മെസ്സേജ് അയക്കുന്നത്, വെറുതെ ആവശ്യമില്ലാത്ത വള്ളികളൊന്നും പിടിക്കാൻ നിൽക്കണ്ട, ഈ കാലത്ത് ഓരാണുങ്ങളെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഇവള് നിന്നെ കൊണ്ട് വല്ലാത്ത ശല്യാണല്ലോ, നിന്റെ വിഷമൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോ ഗുവാൻ എടീ ഞാൻ നിന്നെ കെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലേ, എനിക്ക് നിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ, ശരി ശരി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് നിന്നെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോ ഇവള് ഇവളുടെ കാര്യമായിട്ട് പറയുന്നില്ല, ഇവളുടെ ഒരു ഫ്രണ്ടിന് സംഭവിച്ച കാര്യമായിട്ട് ഇവനോട് അവള് വൺ സൈഡ് ആയിട്ട് ഒരാളെ പ്രണയിക്കുന്ന കാര്യവും പക്ഷെ ആ ഒരു ഫ്രണ്ടിനോട് അയാൾക്ക് താല്പര്യമില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് അതിനെന്തായിരിക്കും റീസൺ എന്ന് ചോദിക്കുമ്പോ ഗുവാൻ പറയുന്നത് അവന് മറ്റാരെങ്കിലും ഇഷ്ടമായിരിക്കും എന്നാണ്. അത് കേൾക്കുമ്പോ ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നു. നിനക്കൊരു കുന്തം അറിയില്ല എന്ന് പറയുമ്പോ ഇവനെ മനസ്സിലാവുന്നുണ്ട് ഇവളുടെ കാര്യം തന്നെയാണ് പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നീ അവന്റെ പിറകെയൊന്നും പോവാൻ നിൽക്കണ്ട, പുള്ളിക്കാരൻ അത്ര വെടിപ്പാവാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോ ഇവൾക്ക് ദേഷ്യം വന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അത് ഞാനല്ല എന്റെ ഫ്രണ്ടാ എന്ന് പറയുമ്പോ ഇവനും ഓ ശരി ശരി നിന്റെ ഫ്രണ്ട് തന്നെ സമ്മതിച്ചു എന്ന് പറഞ്ഞ് തോറ്റു കൊടുക്കുന്നു. അപ്പോ ഇവര് ആ ഒരു കോൺഫറൻസിന് മുന്നേ തന്നെ ഇവിടെ ഒരുപാട് കമ്പനി സിഒമാര് ഒരു ഗെറ്റ് ടുഗദർ പോലെ കൂടിയിരിക്കുകയാണ്. സോ അവിടെ വെച്ച് ഇവര് രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നു. ഫസ്റ്റ് ടൈം ആണല്ലോ ഇവര് നേരിട്ട് കാണുന്നത്. യാങ്ങും ആ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്.
അപ്പോഴും ഷൂയി യാത്രയിലാണ്. ഇവള് നല്ല മൂഡ് ഓഫിലാണല്ലോ. സോ ഇവളുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ആ ഒരു വണ്ടിയിലെ മ്യൂസിക് പ്ലേ ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവളും ഷിയാൻ സ്റ്റേ ചെയ്യുന്ന അതേ ഹോട്ടലിലേക്ക് എത്തുന്നു. എന്നിട്ട് ഇവനെ മെസ്സേജ് അയക്കുന്നു, എവിടെയാണ്, ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇവിടെ എല്ലാവരോടൊപ്പം ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിനിടയ്ക്ക് ഒരു സംസാരം വരുന്നുണ്ട്. ഷിയാന്റെ കമ്പനി കൊണ്ടുവന്ന ഒരാളെയാണല്ലോ നിഷ്പ്രയാസം യാങ് തട്ടിയെടുത്തത്, ആ ഒരു ബ്രൂസിനെ. സോ എന്നിരുന്നിട്ട് പോലും ഇവര് രണ്ടുപേരും ഒരു ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ. ഇവരുടെ ഹൃദയവിശാലത വളരെ വലുതാണ് എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ രണ്ടുപേർക്കും ഉള്ളില് നല്ല തീയുണ്ട്. അപ്പോഴും ഷിയാൻ ഇവൾക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല. ഇവളെ എത്തി എന്ന കാര്യം ഓൾറെഡി തന്നെ ഷിയാൻ അസിസ്റ്റന്റ് പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്. ഇവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി, ഞാനിവിടെ ഡിന്നർ പോലും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞും ഇവള് മെസ്സേജ് അയച്ചു നോക്കുന്നു ഷിയാന്. പക്ഷെ അപ്പോഴും നോ റിപ്ലൈ. കാരണം ഇവരിവിടെ വളരെ വലിയ ചർച്ചയിലാണ്, അതുകൊണ്ടാണ്. അപ്പോ യാങ് ഷിയാനോട് വന്ന് സംസാരിക്കുന്നു. ലെയാൻ ലീഡർ ആയിട്ടുള്ള ചെൻ ആ ഒരു കമ്പനി സിഇഒ ആയിട്ടിരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തിയാണ്. പുള്ളിക്കാരൻ കൂടുതലും മറ്റുള്ളവരുടെ ഫീലിംഗ്സിനാണ് താല്പര്യം കൊടുക്കുന്നത്. ഞങ്ങളുടെ കമ്പനി സക്സസ് ആവും എന്നതിൽ ഞങ്ങൾ നല്ല കോൺഫിഡന്റ് ആണ് എന്ന രീതിയിൽ പറയുമ്പോൾ ഷിയാൻ വേറെ ഒന്നും പറയാൻ പോകുന്നില്ല. ചിലപ്പോഴൊക്കെ സൈലൻസ് തന്നെയാണല്ലോ ബെറ്റർ ചോയ്സ്. അപ്പൊ ഇവനെ കാത്തിരുന്ന് നല്ല രീതിയിൽ മുഷിഞ്ഞു. അതുകൊണ്ട് തന്നെ വീണ്ടും ഷിയാന് മെസ്സേജ് അയച്ച്, ചിലർക്ക് കഴിക്കാൻ മുന്നിൽ ഒരുപാട് ഫുഡ് ഉണ്ടാകും, മറ്റു ചിലര് പട്ടിണിയിലായിരിക്കും ഇരിക്കുന്നത്. ശരി, ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ വിഷമം അവനെ അറിയിക്കുന്നു. എന്നാൽ അപ്പോഴാണ് ഇവൻ ഫോൺ ശ്രദ്ധിക്കുന്നത്. സോ അവൻ ബിസിയാണ് എന്ന് പറഞ്ഞ് ഇവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും ഇവള് ഒറ്റയ്ക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരോട് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങുന്നു. അപ്പോ ഇവൻ ആ ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ അവിടെ വന്നിട്ടുള്ള ഒരു കപ്പിൾസ് എന്താ പെട്ടെന്ന് പോകുന്നത് എന്ന് ഷിയാനോട് ചോദിക്കുമ്പോ ഞാൻ എന്റെ പൂച്ചയ്ക്ക് തീറ്റ കൊടുത്തിട്ടില്ല, അതിനെ നോക്കാനായിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോ, പൂച്ചയെ കൂടെ കൊണ്ട് നടക്കുന്നത് ഒരു ക്ലീശയല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ മുന്നോട്ട് നടന്നിട്ട്, അത് കുറച്ച് ആക്രമകാരിയാ, വിശന്ന് കഴിഞ്ഞാല് ആളുകളെ മാന്തിക്കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് ഇവനിപ്പോ ഷൂയുള്ള ആ ഒരു ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഷിയാൻ അവളെ വിളിച്ചിട്ട്, നീ അവിടെ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ഞാനിവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യാണ് എന്ന് പറയുമ്പോ ഇവനൊന്ന് ഞെട്ടി, നീ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവള് ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്യുന്നു. ഇവളിപ്പോ വിശന്ന് അവിടുത്തെ ഒരു സ്ട്രീറ്റിലേക്ക് ഫുഡ് വാങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഷിയാനും അത് ജസ്റ്റ് നോർമൽ ആയിട്ടാണ് ആദ്യം എടുക്കുന്നത്. പക്ഷെ പിന്നീടാണ് ആ ഒരു വോയിസ് റിവൈൻഡ് ചെയ്ത് ഓർക്കുമ്പോ അവള് ആൾക്കൂട്ടത്തിനിടയിലാണ് നിൽക്കുന്നതെന്ന് ഇവന് മനസ്സിലാവുന്നത്. ഇവിടെ ഫുഡ് വാങ്ങാനായിട്ടാണല്ലോ എത്തിയത്. പക്ഷെ കുറച്ച് പൂവാലമാര് ഇവളെ കണ്ട് ഇവളുടെ അടുത്തോട്ട് വന്ന് ശല്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവരോടൊപ്പം ഡ്രിങ്ക്സ് കഴിക്കാനും എൻജോയ്മെന്റിനായിട്ടും ഒക്കെ വിളിക്കുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നു. പക്ഷെ അവർ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് തന്നെ ഇവളെ തടഞ്ഞു വെക്കുന്നു. ഇവളെ വലിച്ചെടുത്തോണ്ട് പോകാനും ഒക്കെ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് ഷിയാൻ അങ്ങോട്ടേക്ക് എത്തി ഇവന് നല്ലത് കൊടുക്കുന്നു. ഷൂയെ തൊട്ട ആ ഒരു കൈ തന്നെ നല്ല രീതിയിൽ ഒടിച്ചു മടക്കി കൊടുക്കുന്നു. എന്നിട്ട് ഇവളെയും വലിച്ചെടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഷിയാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് നേരെ ആ ഒരു ഹോട്ടലിലേക്ക് വരുന്നു. എന്നിട്ട് ഇവളോട്, നിന്നോടാരാ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പറഞ്ഞത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോ ഞാൻ ഫുഡ് വാങ്ങാൻ വേണ്ടി പോയതാ, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ വന്നപ്പോ ഇവിടെ ആരുമില്ല, മെസ്സേജ് അയച്ചാല് റിപ്ലൈ ഇല്ല, ഞാൻ എത്ര നേരം കൊണ്ട് കാത്തിരിക്കാം, എനിക്ക് വിശന്നാല് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഷിയാന് ഒന്നും ഇടാൻ പറ്റുന്നില്ല. ഇവന്റെ മിസ്റ്റേക്ക് തന്നെ ആണല്ലോ അത്, ഇവനതൊക്കെ അറേഞ്ച് ചെയ്യണമായിരുന്നു. സോ ഇപ്പൊ നല്ല ദേഷ്യത്തിലാണ്. അപ്പോ ഷിയാൻ ഇവളോട്, ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടാണോ അത്തരം ഏരിയകളിൽ പോവേണ്ടത്, അതുകൊണ്ടല്ലേ നീ അവരുടെ ടാർഗറ്റ് ആയത് എന്ന് ചോദിക്കുമ്പോ ഓ അപ്പോ ഞാൻ നിങ്ങളുടെ ടാർഗറ്റ് ആയോ എന്ന് ചോദിക്കുമ്പോ ഇവളുടെ കൈ പിടിച്ചിട്ട് അവന്റെ നെഞ്ചിൽ വെച്ചിട്ട് അത് നീ തന്നെ അറിഞ്ഞോളാനായിട്ട് പറയുന്നു. എന്നിട്ട് ഇവളെ കിസ് ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവരുടെ ആ ഒരു ലിഫ്റ്റ് ഓപ്പൺ ആവുന്നത് കൊണ്ട് തന്നെ മുന്നില് ആളുകളൊക്കെ ഉണ്ട്. സോ പെട്ടെന്ന് ഇവള് നാണം വന്ന് ഇറങ്ങി ഓടുന്നു. ഷിയാനും ഇവളുടെ പിന്നാലെ തന്നെ ചെല്ലുമ്പോ വേറെ എന്തൊക്കെയോ ആലോചിച്ച് അവളുടെ റൂമും കഴിഞ്ഞു പോവാണ്. അതുകൊണ്ട് തന്നെ ഷിയാൻ ഇവളോട്, നീ നിന്റെ റൂം വരെ മറന്നുപോയോ, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ നേരത്തെ ലിഫ്റ്റിൽ വെച്ച് എന്നെ കിസ് ചെയ്തില്ലേ, അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല, ഒന്നുകൂടെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഷിയാൻ ഇവളെ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി, നീ പോയി കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞ് ഇവളെ റൂമിൽ കയറ്റി വാതിലടയ്ക്കുന്നു. പക്ഷെ പല രീതിയിൽ ഇവനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.